വേദിയിലും സദസ്സിലുമുള്ള ആദരണീയരായ പ്രിയപ്പെട്ടവരെ, മറുമൊഴി എന്നതല്ലെങ്കിൽ നന്ദി എന്നതാണ് കർത്തവ്യം. ലോകത്തിലെ ഏറ്റവും മനോഹരമായ പ്രണയം രണ്ട് മനുഷ്യർ തമ്മിൽ സംഭവിക്കുന്നത് അവർ ഏറ്റവും കൂടുതൽ അകന്നിരിക്കുമ്പോഴാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. രണ്ട് മനുഷ്യർക്കിടയിലെ ഏറ്റവും നിതാന്തമായ വിരഹം യാഥാർത്ഥ്യമാകുന്നത് അവർ എത്രമേൽ അടുത്തിരിക്കുമ്പോഴാണ് എന്നത് നമ്മുടെയൊക്കെ ജീവിതം നമ്മളെ പഠിപ്പിച്ചതുമാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും ആഴമുള്ള, ഘനമുള്ള, സാന്ദ്രതയുള്ള, അർത്ഥതലങ്ങളുള്ള പ്രസംഗം ഏറ്റവും ശക്തമായ ഒരു നൊടി നേരത്തെ മൗനമാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. 1.5 മണിക്കൂറൊക്കെ പ്രസംഗിച്ച് പരിചയമുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഈ 35 സെക്കൻഡുകളും അധികമായി പരമാവധി കിട്ടിയ 3 മിനിറ്റുകൾ കൂടി സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന പരിമിതികളുള്ളതിനാൽ എനിക്കേറെ പ്രിയപ്പെട്ട പ്രസംഗകർ ഒരുപാടുള്ള ഒരു വേദിയിൽ ഒരു പ്രസംഗത്തിന് മുതിരുകയും ചെയ്യുന്നില്ല. ഈ സദസ്സ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ്. 10,000-കണക്കിന് ആളുകളുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്ന പ്രോഗ്രാമുകളുടെ കൂട്ടത്തിൽ ഒരു പുസ്തക പ്രകാശനം നിർവഹിക്കുമ്പോഴല്ല, മറിച്ച് ലോകത്തിൻ്റെ മുന്നിൽ എന്തുകൊണ്ട് കേരളം ഒന്നാമതാണ് എന്ന് പ്രഖ്യാപിക്കുന്ന നിരവധി സാംസ്കാരിക പ്രക്രിയകളിൽ ഈ നാടിൻ്റെ ഏറ്റവും വലിയ അഭിമാന തിളക്കങ്ങളിൽ ഒന്ന് മറ്റൊരു നാടിനും സ്വായത്തമാക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു പുസ്തകോത്സവം നടത്തുന്ന നിയമസഭയുള്ള നാടിൻ്റെ പേരാണ് കേരളം എന്ന് പ്രഖ്യാപിക്കുന്ന ഈ പുസ്തകോത്സവത്തിൽ പുസ്തകം പ്രകാശിതമാകുന്നതിലാണ് ഏറെ ആഹ്ലാദവും ഏറെ അഭിമാനവും എന്നുള്ളതാണ് സത്യത്തിൽ സന്തോഷം. അതിന് അവസരമൊരുക്കി തന്ന കേരള നിയമസഭയുടെ പുസ്തകോത്സവ സംഘാടകരോടും സ്പീക്കറിനോടുമൊക്കെയുള്ള നന്ദി ആദ്യമേ രേഖപ്പെടുത്തുന്നു. ഈ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചത് എൻ്റെ സ്കൂളിൽ മുഴുവൻ എന്നെ മലയാളം പഠിപ്പിച്ച യേശുദാസ് സാറാണ്. പൊതുവെ ഇപ്പോഴില്ലെങ്കിലും പണ്ടൊക്കെ എന്നെക്കുറിച്ച് ഞാൻ വലിയ അഹങ്കാരിയാണ് എന്ന് ചിലർക്കൊക്കെ ഒരു ധാരണയുണ്ടായിരുന്നു. അതെന്തോ എൻ്റെ സംസാര രീതി കൊണ്ടാകാം. എൻ്റെ ജീവിതത്തിൽ ഈ പറഞ്ഞ സെലിബ്രിറ്റി ആകുന്നു എന്നൊക്കെ പറയുന്നതിനൊക്കെ മുമ്പും അതിനുശേഷവും ഇപ്പോഴും അങ്ങനെയൊന്നും ആയിട്ടുണ്ടെന്ന് കരുതിയിട്ടില്ല. എങ്കിലും ഏത് പരിപാടിക്ക് പോകുമ്പോഴും, കൈരളി TV-യുടെ ഏത് ഷൂട്ടിങ്ങിന്, ഏത് ഷെഡ്യൂളിന് പോകുമ്പോഴും, ഏത് പ്രസംഗത്തിന് പോകുമ്പോഴും ഞാൻ ലോകത്തിൽ എവിടെയാണ് എങ്കിലും എൻ്റെ അധ്യാപകനായിരുന്ന യേശുദാസ് സാറിനെ വീട്ടിൽ ഫോൺ ചെയ്ത്, സാർ ഇന്ന് ഇതാ കൈരളിയിൽ ഷൂട്ടിംഗ് തുടങ്ങിയാണ്, ഷെഡ്യൂളിന് പോവുകയാണ്, അനുഗ്രഹിക്കണം എന്ന് പറയാതെ അച്ഛൻ്റെയും ചെയ്യാതെ എൻ്റെ ജീവിതത്തിൽ ഈ കഴിഞ്ഞ 52 വർഷങ്ങൾക്കിടയിൽ ഞാൻ ഒരു സാംസ്കാരിക പ്രവർത്തനവും ഒരു അക്ഷര പ്രവർത്തനവും നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്നെ അക്ഷരം പഠിപ്പിച്ച മലയാളം എന്ന വാക്കിനൊരു മണമുണ്ട്. അതിന് ഉള്ള നിറം അമ്മിഞ്ഞപ്പാലിൻ്റേതാണ്, അതിനുള്ള തരളത വെറ്റിലത്തളിരിൻ്റേതാണ്, അതിനുള്ള ഗന്ധമാകട്ടെ സാന്ദ്രമായ മനുഷ്യതാണ് എന്ന് അധ്യാപകൻ അധ്യക്ഷനാവുക എന്നതാണ് ഏറ്റവും പ്രധാനം എന്നുള്ളതാണ് അദ്ദേഹത്തെ ക്ഷണിച്ചത്. അദ്ദേഹം 1 മണിക്കൂർ മുമ്പ് തന്നെ ഇവിടെ എത്തി. ഈ സദസ്സിൽ അധ്യക്ഷനായിരുന്ന ആദരണീയനായ എൻ്റെ സ്കൂൾ അധ്യാപകൻ ശ്രീ വിജയൻ യേശുദാസിന് ഹൃദയം നിറഞ്ഞ നെഞ്ചിടിപ്പുകളുടെ ആവർത്തനത്തോടെ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പുസ്തകം പ്രകാശനം ചെയ്തത് സാംസ്കാരിക വകുപ്പ് ഡയറക്ടറായ, വളരെ ബ്രില്യൻ്റായി കാര്യങ്ങൾ നോക്കിക്കാണുന്ന, സർവോപരി വളരെ സരസമധുരമായി സംസാരിക്കുന്ന, കണ്ണീരുപ്പ് പുരളാതെന്തിന് ജീവിത പലഹാരം എന്ന കവിതയേക്കാൾ കൂടുതൽ സാർത്ഥകമായ ഒരു അടിക്കുറിപ്പ് പുസ്തകത്തിന് എങ്ങനെ ഇടുമെന്ന് ആത്മാവിനോട് ആരായുവാനുള്ള പ്രത്യുൽപ്പന്ന മധുത്വമുള്ള നമുക്ക് പ്രിയങ്കരിയായ ദിവ്യ എസ് അയ്യർ IAS ആണ്. ശ്രീമതി ദിവ്യ എസ് അയ്യർ IAS ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പുസ്തകം ഏറ്റുവാങ്ങിയത് കഴിഞ്ഞ കുറച്ചു കാലങ്ങൾക്കിടയിൽ മലയാളത്തിൻ്റെ അക്ഷരലോകത്ത് സംഭവിച്ച ഏറ്റവും വലിയ സാംസ്കാരിക ശോഭയുടെ കാരണമാകണം എൻ്റെ പുസ്തകം ഏറ്റുവാങ്ങുന്നത്. അതിനേക്കാൾ കൂടുതൽ വലിയ അനുഗ്രഹമൊന്നും വ്യക്തിപരമായി എനിക്ക് വരാനില്ല എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടും, ലോകത്തിൽ എഴുതപ്പെട്ട കവിതകളിൽ ഏറ്റവും പ്രിയപ്പെട്ട കവിത ഏതെന്ന് ചോദിച്ചാൽ അത് ടാഗോറിൻ്റെ
ഡോണ്ട് ഗോ ടു ദ ടെമ്പിൾ, ഗോഡ് ഈസ് നോട്ട് ദെയർ എന്ന് തുടങ്ങുന്ന, നീ ക്ഷേത്രങ്ങളിൽ പോയാൽ നിനക്ക് ദൈവത്തെ കാണാൻ കഴിയില്ല, ദൈവത്തെ കാണണമെങ്കിൽ നിന്റെ പാടശേഖരങ്ങളിൽ പകലന്തിയോളം പണിയെടുത്ത് സ്വന്തം ശരീരത്തിലെ വിയർപ്പും കണ്ണുനീരും രക്തവും നിറഞ്ഞ നനവിലൂടെ നിന്റെ വീട്ടുമുറ്റത്തും നിന്റെ തീന്മേശയിൽ അന്നമൊരുക്കുന്ന കർഷകനെ കാണൂ, അവന്റെ പേരാണ് ദൈവമെന്നെഴുതിയ ടാഗോർ കവിതയേക്കാൾ കൂടുതൽ വിശ്വോധാരമായ കവിതകൾ വായിച്ചിട്ടില്ലാത്തത് കൊണ്ടും ചെങ്കൽച്ചൂളയിലെ എൻ്റെ ജീവിതമെന്ന കണ്ണൂർ കോഴിക്കോട് സർവകലാശാലകളിലെ ബിരുദാനന്തര ബിരുദത്തിന് പാഠപുസ്തകമായി സ്വീകരിക്കപ്പെട്ട പുസ്തകം എഴുതിയ, ചെങ്കൽച്ചൂളയിൽ ജീവിക്കുന്ന, അതിൽ അഭിമാനത്തോടെ ആത്മഹർഷത്തോടെ ജീവിക്കുന്ന ഈ തിരുവനന്തപുരം നഗരത്തിലെ നമ്മുടെ എല്ലാം സമൂഹങ്ങൾ സൃഷ്ടിക്കുന്ന മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്ന തൊഴിലിൽ അഭിമാനബോധത്തോടെ ഏർപ്പെട്ട ആ തൊഴിലാണ് ഒരു നാടിൻ്റെ വിമലീകരണം എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്ന ധനൂജയേക്കാൾ കൂടുതൽ യോഗ്യയായ മറ്റൊരാളില്ല എന്നതിനാൽ അവരാണ് ഈ വേദിയിലേക്ക് എത്തിയത് പുസ്തകം സ്വീകരിക്കാൻ. ഞാനത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഹ്ലാദമായി കാണുന്നു. ഇന്നലെ വൈകുന്നേരം ഞാൻ എന്തായാലും അവിടെ എത്തുമെന്ന് പറഞ്ഞതാണ് ശ്രീ മുരുകൻ. അദ്ദേഹം മലയാളത്തിലെ എണ്ണം പറഞ്ഞ ഏറ്റവും വലിയ മലയാള കവിതയെ ജനകീയനാക്കിയ കവി എന്ന രീതിയിലല്ല, എൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത് എന്ന രീതിയിലാണ് ഇവിടെ വന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ചടങ്ങിൻ്റെ സംഘാടകനാണ്. എൻ്റെ ജീവിതത്തിലെ മറ്റെല്ലാ കാര്യങ്ങളുടെയും എന്നതുപോലെ ഈ പുസ്തക പ്രകാശനത്തിൻ്റെയും പ്രധാന സംഘാടകനാണ് ശ്രീ മുരുകൻ കാട്ടാക്കട. അദ്ദേഹത്തെ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പുസ്തകം നിങ്ങളോട് മുന്നിൽ അവതരിപ്പിച്ചത് കേരള സർവകലാശാല കണ്ട എക്കാലത്തെയും ഏറ്റവും മികച്ച പ്രസംഗകനും ഇന്ന് കേരളം കാണുന്ന ഏറ്റവും കൂടുതൽ ശ്രോതാക്കളുള്ള പ്രസംഗകനും ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങളുടെ അവതരണ പ്രസംഗം നടത്തുകയും ചെയ്ത പ്രിയങ്കരനായ ആത്മമിത്രം ശ്രീ PK അനിൽകുമാറാണ്. വാക്കുകളുടെ വഴിയിലെ കൈകോർക്കുന്ന പങ്കാളി അനിൽകുമാറിന് നന്ദി. ഈ വേദിയിൽ പങ്കെടുത്ത പ്രവത ബുക്സിന്റെ സാരഥി ഡോക്ടർ N. നൗഫൽ, വളരെ സജീവമായി കേരളത്തിൽ നിലകൊള്ളുന്ന ആ യുവാവിന്, ഒപ്പം ഈ വേദിയിൽ പങ്കെടുക്കുന്ന ശൈല ടീച്ചർ ഇവിടെ എത്തി. അയ്യോ, ശൈല ടീച്ചറുണ്ട്. കൈരളി TV-യുടെ മലയാളം മിഷൻ ഡയറക്ടർ ശ്രീ വെങ്കട്ടരാമൻ സാർ, മലയാളം മിഷന്റെ ജനറൽ മാനേജർ പ്രിയങ്കരനായ അലിയാർ സാറിനെ ഞാൻ ഇന്നലെയാണ് ഓർമ്മിപ്പിച്ചത്. അദ്ദേഹം പക്ഷേ അരമണിക്കൂർ മുമ്പേ എത്തി. എൻ്റെ കുടുംബാംഗങ്ങളുണ്ട്, ജിനു അടക്കമുള്ള, ഐഷ അടക്കമുള്ള പഴയ പ്രസംഗ പങ്കാളികളുണ്ട്, സുരേഷ് അടക്കമുള്ള, രാജേഷ് അടക്കമുള്ള സുഹൃത്തുക്കൾ. ഇവിടെ വന്നു ചേർന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഒരു ചിപ്പിയുടെ ആത്മകഥയാണ് മുത്ത് എന്ന് പറയും. മുത്തെപ്പോഴും വെളുത്ത് തന്നെ ഇരിക്കണമെന്നില്ല, ചിലയിടങ്ങളിലൊക്കെ കറുത്ത മുത്തുമുണ്ട്. പക്ഷെ ജീവിതമെന്ന ചിപ്പിക്ക് ഏത് നിറത്തെയും സ്വീകരിക്കാൻ കഴിയും. എൻ്റെ ജീവിതമെന്ന ചിപ്പി സ്വീകരിച്ച കറുപ്പും വെളുപ്പും നിറമുള്ള ഒരുപാട് മഴത്തുള്ളികളിൽ ഒരു മുത്തുണ്ടായി എങ്കിൽ ആ മുത്താണ് ഈ പുസ്തകം. ജീവിതമെന്ന മുത്തിന് പക്ഷേ എല്ലാ കാലത്തും ഒരു നിറമേ ഉള്ളൂ എന്നതും ഓർമ്മിപ്പിക്കാതെ എങ്ങനെയാണ് മടങ്ങുക. എൻ്റെ ജീവിതം എന്ന മുത്തിൻ്റെ നിറം എല്ലാ കാലത്തും ചുവപ്പാണ്. പുസ്തകത്തിന് പക്ഷേ കണ്ണീരിൻ്റെ ചെറിയ വെളുപ്പും കൂടി ഉണ്ടാകാം. എല്ലാവർക്കും നന്ദി.